വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളെ കുറിച്ചാണ്. ഭിന്നസംഖ്യകൾ എങ്ങനെയാ കൂട്ടുക, അതുപോലെ തന്നെ കുറയ്ക്കുക, ഗുണിക്കുക, ഹരിക്കുക, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളതായിട്ട് നമുക്ക് പറയാം. ടീച്ചറുടെ ശബ്ദത്തിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അത്ര എന്താ പറയാ, ഉച്ചത്തില് ടീച്ചർക്ക് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ നിങ്ങൾ സഹകരിക്കുക കേട്ടോ. അപ്പൊ ഭിന്നസംഖ്യകൾ എന്താ മക്കളെ? അതായത് A/B എന്ന് പറയുന്ന ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ഭിന്നസംഖ്യ എന്ന് പറയാം. അതുപോലെ അതായത് 1/4, 2/5, 3/6, 4/8 അല്ലെ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയാ, ഭിന്നസംഖ്യകൾ എന്ന് പറയാ. അതായത് ഒരു സംഖ്യയെ അംശവും ഛേദവുമായിട്ട് എഴുതാം. ഈ 4/8, 3/6, 2/5, 1/4 എന്ന് പറയണതില് ഈ മോളിൽ എഴുതിയേക്കണ സംഖ്യകളില്ലേ, മോളിൽ എഴുതിയേക്കണ സംഖ്യകളെ നമ്മൾ എന്താ വിളിക്കുക, അംശം എന്ന് വിളിക്കും. താഴെ എഴുതിയേക്കണ സംഖ്യകളെ നമ്മൾ എന്താ വിളിക്കുക, ഛേദം എന്ന് വിളിക്കും. ക്ലിയർ ആയില്ലേ? അങ്ങനെ അംശവും ഛേദവുമായിട്ട് എഴുതാൻ പറ്റുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്നത്. ശരിക്കും ഭിന്നസംഖ്യകൾ നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. മൂന്ന് തരത്തിലുള്ളതുണ്ട്. ഒന്ന് സാധാരണ ഭിന്നം എന്ന് പറയും. അസാധാരണ ഭിന്നത്തിന് പ്രോപ്പർ ഫ്രാക്ഷൻ എന്നാണ് എന്ത് പറയാ, ഇംഗ്ലീഷിൽ പറയാ. അടുത്തത് വിഷമ ഭിന്നം എന്ന് പറയും, അതായത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. നെക്സ്റ്റ് എന്താ പറയാ, മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ എന്ന് പറയും. എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണ ഭിന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംശം ചെറുതായിരിക്കും, അതായത് മുകളിൽ എഴുതിയേക്കുന്ന സംഖ്യകൾ ചെറുത്. 3/4, 2/5, 3/8, 1/2. ഇതിന് മുകളിൽ എഴുതിക്കണത് ചെറുതും താഴെ എഴുതിക്കണത് വലുതും അല്ലേ മക്കളെ? അതിനെയാണ് സാധാരണ ഭിന്നം എന്ന് പറയാം. വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാ, അതായത് അംശം വലുതായിരിക്കും. 4/2, 3/1, 8/3, 12/4, 25/11. ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്താണ്, താഴെയുള്ളത് എന്താണ്, ചെറുതാണ് അല്ലെ. അപ്പോ അത്തരം സംഖ്യകളെയാണ് നമ്മൾ വിഷമ ഭിന്നങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? വിഷമ ഭിന്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേണ്ട കേട്ടോ. വിഷമ ഭിന്നം അത് വേറെ കാറ്റഗറി, ഞാൻ പിന്നെ പറഞ്ഞുതരാം. മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും, എക്സാമ്പിൾ 4, പിന്നെ ഒരു സാധാരണ ഭിന്നം ഉണ്ടാവും 1/2, ഒരു പൂർണ്ണസംഖ്യ 3, ഒരു സാധാരണ ഭിന്നം 3/9, ഒരു പൂർണ്ണസംഖ്യ 8, ഒരു സാധാരണ ഭിന്നം എത്രയാണ്, 3/4. ക്ലിയർ ആയ? അപ്പൊ ഇത് ഇത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വിഷമ ഭിന്നം എന്ന് പറയുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അതായത് അംശവും ചെയ്തായിട്ട് എഴുതാൻ പറ്റണേനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയുന്നത്, ഭിന്നസംഖ്യകൾ അഥവാ ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. മുകളിൽ എഴുതണതിന് അംശം എന്നും താഴെ എഴുതണതിന് ഛേദം എന്നും പറയും. ഈ ഭിന്നസംഖ്യകൾ തന്നെ സാധാരണ ഭിന്നങ്ങളും വിഷമ ഭിന്നങ്ങളും മിശ്ര ഭിന്നങ്ങളും ഉണ്ട്. സാധാരണ ഭിന്നത്തില് അംശം ചെറുതും ഛേദം വലുതുമായിരിക്കും. വിഷമ ഭിന്നത്തില് അംശം വലുതും ഛേദം ചെറുതുമായിരിക്കും. മിശ്ര ഭിന്നത്തില് സാധാരണ ഒരു ഭിന്നം ഉണ്ടാവും, ഒരു പൂർണ്ണസംഖ്യ ഉണ്ടാവും. ഒരു പൂർണ്ണസംഖ്യ സാധാരണ ഭിന്നം. അപ്പൊ നമ്മൾ 4/1/2 എന്ന് എഴുതിയില്ല ഇവിടെ. ഇത് ശരിക്കും എഴുതാൻ 4+1/2 എന്നാണ്, പക്ഷെ അങ്ങനെ എഴുതാറില്ല. 4/1/2 അങ്ങനെ എഴുതുള്ളൂ. 3/3/9 അങ്ങനെ എഴുതുള്ളൂ കേട്ടാ. അപ്പൊ ഇത്രയാണ് എന്താ പറയുന്നത്, തുടക്കം ഒരു കാര്യം പറയാനുള്ളത്. പിന്നെ ഇങ്ങനെ ഒരു ഭിന്നസംഖ്യ തരും. ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 4/5, അല്ലെങ്കിൽ 8/10, അല്ലെങ്കിൽ 3/12 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് ഇതിന്റെ വ്യുൽക്രമം എഴുതാൻ പറയും നമ്മളോട്. വ്യുൽക്രമം എന്ന് പറഞ്ഞാൽ ഈ സംഖ്യ മറച്ചിട്ടാ വ്യുൽക്രമം കിട്ടും. 4/5 മറിച്ചിട്ട് എന്താ, 5/4 അല്ലെ. 8/10 മറിച്ചിട്ട് എത്രയാ, 10/8. 3/12 മറിച്ചിട്ട് എത്രയാ, 12/3. അപ്പോ ഒരു സംഖ്യ അല്ലെ, അതിന്റെ അംശവും ഛേദവും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതിയാലാണ് അതിനെ എന്ത് പറയാൻ പറ്റുക, വ്യുൽക്രമം എന്ന് പറയാൻ പറ്റുക. ഇനി അപ്പൊ ഇങ്ങനെ അംശവും ഛേദവും തന്നിണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം. ഇനി 4ന്റെ വ്യുൽക്രമം എത്ര, 8ന്റെ വ്യുൽക്രമം എത്ര, 25ന്റെ വ്യുൽക്രമം എത്ര എന്നൊക്കെ ചോദിച്ചാലോ, ഇത്തരം ഒരു പൂർണ്ണസംഖ്യ തരുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ താഴെയൊക്കെ ബൈ ഒന്നുണ്ട്, പക്ഷെ നമ്മൾ ബൈ ഒന്നും ഇടാറില്ല എന്ന് മാത്രം. അപ്പൊ 4ന്റെ വ്യുൽക്രമം 1/4, 8ന്റെ വ്യുൽക്രമം 1/8, 25ന്റെ വ്യുൽക്രമം 1/25. ക്ലിയർ ആയോ മക്കളെ? ഇനി നമുക്ക് അഡീഷനിലേക്ക് പോവാം അല്ലെ. ആദ്യത്തെ കാറ്റഗറി നോക്കിയേ, 1/10 പ്ലസ് 2/10. ഇപ്പൊ രണ്ടെണ്ണത്തിന്റെയും ഛേദം തുല്യാണ്. ഛേദം തുല്യായ ഒന്നും നോക്കണ്ട, അംശം എന്താന്ന് നോക്കാം. അംശം 1, അംശം അങ്ങോട്ട് രണ്ടും കൂടി കൂട്ടുക, ഛേദം അങ്ങനെ തന്നെ എഴുതാം. അപ്പോ 3/10. ക്ലിയർ ആയോ? അപ്പൊ അതുപോലെ തന്നെ ഒരെണ്ണം കൂടി തരട്ടെ ടീച്ചർ, 2/3 പ്ലസ് 5/3. അപ്പൊ രണ്ടിന്റെയും ഛേദം തുല്യാണ്. അപ്പൊ ഛേദം നമ്മൾ ഇവിടെ എടുത്ത് എഴുതി, അംശം രണ്ടും കൂടി കൂട്ടി 8/3. ഇതാണ് ഉത്തരം. അടുത്തത് ഇത് തന്നെ, 3/19
5/19, 7/19. അപ്പൊ 3 ഉണ്ട്. 3 ഉണ്ടെങ്കിൽ നമുക്ക് പേടിക്കണ്ട. ഛേദം ഈക്വൽ അല്ലേ? ആ ഛേദം അങ്ങനെ തന്നെ എഴുതി 3 കൂടി കൂട്ടി. 7 3 10, 10 5 15. അപ്പൊ 15/19 ആണ് ഇതിന്റെ ഉത്തരം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത അടുത്ത കാറ്റഗറി നോക്കാം. അതായത് അടുത്തത് നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 2/3 പ്ലസ് 1/4 പ്ലസ് വേണ്ട, രണ്ടെണ്ണുള്ളത് ചെയ്യാം. ആദ്യം 2/3 പ്ലസ് 1/4. 2/3 പ്ലസ് 1/4. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നേരത്തെ രണ്ടും ഈക്വൽ ആയിരുന്നു ഛേദം അല്ലെ? അപ്പൊ നമുക്ക് എളുപ്പമായിരുന്നു ഛേദം എഴുതാം. ഇപ്പൊ ഇവിടെ ഈക്വൽ അല്ല. അപ്പൊ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാന്ന് പറയും. ഈ 2നെ 4 കൊണ്ട് ഗുണിക്കും, ഈ 1നെ 3 കൊണ്ട് ഗുണിക്കും, ഇതിനെ 2നെയും കൂടി ഗുണിക്കും. എക്സാമ്പിൾ പറയും, നമുക്ക് എഴുതാട്ടോ. 2 × 4 പ്ലസ് 1 × 3 ബൈ 3 × 4. 4 2 8 പ്ലസ് 1 3 3 ബൈ 3 4 12. 11/12 ആണ് ഉത്തരം. ഇനി ഒരെണ്ണം കൂടെ ചെയ്തേ. 3/5 പ്ലസ് 5/3. നമ്മൾ എന്ത് എഴുതി? 3 × 3 പ്ലസ് 5 × 5 അല്ലേ? എന്താ ചെയ്ത്? ഇതിനെ രണ്ടിനെയും താഴെയുള്ളതിനെയും ഗുണിക്കുക. 5 × 3. 3 9 പ്ലസ് 5 25 ബൈ 3 15. എത്രയാ? 34/15. ഇനി അടുത്ത് നോക്കി ഒരെണ്ണം കൂടി. 1/2 പ്ലസ് 1/4. 1 × 4 പ്ലസ് 1 × 2 ബൈ 2 × 4. 4 പ്ലസ് 2 ബൈ 8. 6/8. ഇങ്ങനെ തരുമ്പോ ചിലപ്പോ അത് ചെറുതാക്കിയിട്ടാ തരും. ഇതിൽ രണ്ടിലും എന്തു പോവും? 2 പോലെ. 3 2 6, 4 2 8. അങ്ങനെയാണ് ഉത്തരം. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് 3 എന്നുള്ളതാന്ന് വിചാരിക്കുക. അതായത് 2/3 പ്ലസ് 1/4 പ്ലസ് 5/6. ഇവിടെ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ആദ്യം 2 ചെയ്ത് അതിന്റെ ഉത്തരം കിട്ടി അടുത്തോണ്ട് ചെയ്യണം. അപ്പൊ അതിനേക്കാൾ നല്ലത് 3ന്റെയും 4ന്റെയും 6ന്റെയും 3 4 6 ഈ 3 LCM നമ്മൾ കാണാം. 3 4 6 ഇതിന്റെ LCM കാണുന്ന രീതി ടീച്ചർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു. LCM 12 ആണ്. 3 4 6. വേണമെങ്കിൽ ഒരു പ്രാവശ്യം വീണ്ടും ഇവിടെ ചെയ്യാം. ഞാൻ 3 കൊണ്ട് ഒരു 3 3 4 3 2 6 2 ഈ 2 4 1 2 ഈ 2 4 4 3 12. 12 LCM കിട്ടി. ഇനി നമ്മള് ആ LCM താഴെ എഴുതാം. LCM താഴെ എഴുതാം. എഴുതിയില്ലേ? എന്നിട്ട് ഈ 2/3 LCM കൊണ്ട് ഗുണിക്കുക. പ്ലസ് 1/4 LCM കൊണ്ട് ഗുണിക്കുക. 5/6 LCM കൊണ്ട് ഗുണിക്കുക. നമുക്കിവിടെ വെട്ടി ചെറുതാക്കാം. 3 12 4 പ്രാവശ്യം, 4 12 6 പ്രാവശ്യം, 6 12 2 പ്രാവശ്യം. ഇവിടെ 4 2 8 പ്ലസ് 1 6 6 പ്ലസ് I 2 10 ബൈ 12. അപ്പോ 10 6 16 അല്ലേ? എത്ര കിട്ടിയേ? 4 6 12 അല്ല, 4 3 12. അപ്പൊ 8 3 8 3 11 10 21 21/12. ഇത്രയല്ലേ ഉത്തരം കിട്ടിയേ? ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ചെയ്തേ നിങ്ങൾ. 1/8 പ്ലസ് 2/9 പ്ലസ് 1/3. 8ന്റെയും 9ന്റെയും 3ന്റെയും LCM കിട്ടുക 72ആണ്. 72ആണ് LCM കിട്ടുക. അപ്പൊ 1/8 നമ്മള് 72 കൊണ്ട് ഗുണിച്ചു. 2/9 72 ഉണ്ട്. 1/3 72 ഉണ്ട്. 72 കൊണ്ടാവുമ്പോ 1/8 8 ആവുമ്പോ 72 9 പ്രാവശ്യം. 9 72 8 പ്രാവശ്യം. 8 8 72. 3 ആവുമ്പോഴോ 3 2 6 12 6 2 12 6 അല്ല 3 4 12. അപ്പൊ നമുക്ക് 9 പ്ലസ് 2 16 പ്ലസ് 24 എന്ന് കിട്ടിയില്ലേ? ഇത് 3 കൂടി കൂട്ടി എത്ര കിട്ടുക? 9 പ്ലസ് 2 16 പ്ലസ് 24 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടുക? 24 10 34 അല്ലെ? അപ്പൊ 33 16 6 3 9
മൂന്നൊന്നും 4, 49/72 ഉത്തരം കിട്ടുക. 49/72. ക്ലിയർ ആയോ? ഇതുപോലെ കുറച്ചധികം കണക്കുകൾ ടീച്ചർ ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. കാണുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. അടുത്തത് ഇതിന്റെ തന്നെ എന്താ പറയാ, നമ്മള് കുറയ്ക്കല് ചെയ്യാം. 3/7 2/7 കൊണ്ട് കുറയ്ക്കാം. അപ്പൊ രണ്ടും ഛേദം തുല്യമായതുകൊണ്ട് 3 - 2 1, 1/7. ഉത്തരം കിട്ടിയില്ലേ? ഇനി അടുത്തതാ 9/21 -5/21. ഇപ്പൊ രണ്ടും ഛേദം തുല്യമായതുകൊണ്ട് 21 അവിടെ തന്നെ ഇട്ടു. 5 9 - 5 എത്രയാണ്? 4. 4/21 ഉത്തരം. 9 - 5 ആവുമ്പോ. ഇനി അടുത്തത് 7/8 -5/8. അപ്പോ ഇവിടെ 8 തന്നെയാണ് ഛേദം. 7 - 5 2ആണ്. 2/8 വീണ്ടും നമുക്ക് ചെറുതാക്കാം. 1/4 എന്ന് പറഞ്ഞിട്ട് ചെറുതാക്കാം. ഇനി ഇത് തന്നെ 3 എന്നുള്ളത് നമുക്ക് ചെയ്തു നോക്കാം. 3 എന്നുള്ളത് എങ്ങനെയാ ചെയ്യാ? ഇപ്പോ 9/21 -5/21 -2/21. അപ്പൊ എന്താണ്? ഛേദം 21ആണ്. 9 - 5 -2 ഇടാ. 9 - 5, 5ഉം 4ഉം 9. 4 - 2 2, 2/21. ഇങ്ങനെയാണ് ഉത്തരം കിട്ടുക. ക്ലിയർ ആയില്ലേ? -c എങ്ങനെയാണ്? ക്ലിയർ ആയില്ലേ? അപ്പൊ എന്താ പറയുന്നത്, ഇങ്ങനെ നീട്ടി ഒരുപോലെ വരുന്ന മൈനസും നമുക്ക് എളുപ്പമാണ്. ഏത്? ഛേദം തുല്യമായിട്ട് വരുന്നത്. ഇനി ഛേദം വ്യത്യസ്തമായിട്ട് വരുന്നത് കുറയ്ക്കാനുള്ളത് 7/6 -1/3. അപ്പൊ നമ്മളിവിടെ നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാ. 7 × 3 -1 × 6 ഡിവൈഡഡ് ബൈ 6 × 3. അപ്പൊ 7 3 21 മൈനസ് 1 6 6/6 3 18. അപ്പൊ 15 6 21. അപ്പൊ 15/18. ഈ 15/18 ഏതില് പോവും? 3-ല് പോവില്ലേ? 5 15 3 6 18. ഇതിന്റെ ഏറ്റവും ചെറിയ ഫോം ഏതാണ്? 5/6 ആണ്. ക്ലിയർ ആയില്ലേ? ഇനി ഇതൊന്ന് ചെയ്ത് നോക്കിയ മക്കളെ. 2/5 -3/8. നമ്മൾ എന്താ ചെയ്യപ്പോ? 2 × 5 മൈനസ് 3 × 5 അല്ലെ? 2/5 3 × 5 2/5 അല്ല, 3/5/2/8 അതാട്ടോ. 3/5 × 2/8. അപ്പൊ 3 × സോറി, ടീച്ചർ എഴുതിയത് തെറ്റാണ്. 2/5 -3/8. നമ്മൾ എന്താ ചെയ്തേ? 2നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 8 മൈനസ് അല്ലെ 3 × 5 ബൈ 8 × 5. ഇങ്ങനെയല്ലേ ചെയ്യാ? അപ്പൊ എൻ്റെ എത്രയാ കിട്ടാ? എൻ്റെ 16 മൈനസ് 3 5 15 ബൈ 40. 16 - 15 എത്രയാ? 1 അല്ലെ? 1/40 കേട്ടോ. ഇത് ടീച്ചർ എഴുതി തെറ്റിയതാണ് കേട്ടോ. ഇനി അടുത്തത് ഇതന്നെ 3 എന്നുള്ളത് നോക്കിയേ. 7/8 -1/4 -1/6. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? LCM കാണണം. അപ്പൊ 8ന്റെയും 4ന്റെയും 6ന്റെയും LCM എത്രയാ വരിക? 24 വരാ. നോക്കട്ടെ. 4 2 8, ഈ 2 4, 3 2 6, 2, ഈ 2 4, 2 2 3, 3 2 6, 6 2 12, 12 24 LCM കിട്ടി നമുക്ക്. 24 നമ്മൾ ഇവിടെ ഇട്ടു. 24 ഇട്ടു. ഈ 24ന് ഇതുകൊണ്ടൊക്കെ ഗുണിക്കുകയാണ് അല്ലെ? അങ്ങനെയല്ലേ പറഞ്ഞേ? എല്ലാത്തോണ്ടും ഗുണിക്കണം. എല്ലാത്തോണ്ടും ഗുണിക്കുമ്പോ 6 4 24, 4 6 24, 8 3 24. 7 3 21 മൈനസ് 1 6 6 മൈനസ് 1 4 4. ഇപ്പൊ 21 6 പോകുമ്പോ എത്രയാ? 15. 15 - 4 ബൈ 24. 15 - 4 എത്രയാണ്? 11. 11/24 ആണ് ഉത്തരം കിട്ടുക. അപ്പൊ ഇത്രയും ക്ലിയർ ആയില്ലേ? 7/8 1/4 1/6. ഇതിന്റെ ഇങ്ങനെയാണ് നമ്മൾ LCM ഉപയോഗിച്ച് കൂട്ടണ പോലെ തന്നെ കുറയ്ക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഗുണനം. വളരെ എളുപ്പമുള്ള കാര്യമാണ് ഗുണനം. 3/4 × 2/8.
എന്താ ചെയ്യണ്ടേ? നമ്മൾ ശരിക്കും എന്താ ചെയ്യുക? ആദ്യത്തെ രണ്ടെണ്ണം ഗുണിക്കുക, അവസാനത്തെ രണ്ടെണ്ണം ഗുണിക്കുക. അതായത് അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഛേദങ്ങൾ തമ്മിൽ. 3 2 6, എണ്ണാല് 32, 6/32 ആണ്. പക്ഷെ ഇതിനെ ഇനി ചെറുതാക്കാല്ലേ മക്കളെ? നോക്കിയേ, രണ്ടോണ്ടാവുമ്പോ 3 2 6, 16 × 2 32, ഇങ്ങനെയാ വരിക. അപ്പോ അറിയുന്ന കുട്ടികളാണെങ്കിൽ ഇവിടെ തന്നെ അതിനെ എന്ത് ചെയ്യുക? വെട്ടി ചെറുതാക്കാനായിട്ട് പഠിക്കുക. 2 നെ 4 കൊണ്ട് 2 പ്രാവശ്യം പോവും. അപ്പൊ 3/16 നേരിട്ട് തന്നെ നമുക്ക് കിട്ടിയില്ലേ? അങ്ങനെ വേറൊരെണ്ണം നമുക്ക് ചെയ്തു നോക്കാം. 3/7 ഇൻറ്റു 14/21. ഇതെങ്ങനെ ചെയ്യാം? 3 21 7 പ്രാവശ്യം പോവും. 7 14 2 പ്രാവശ്യം പോവും. നേരിട്ട് തന്നെ ഉത്തരം കിട്ടിയില്ലേ? 2/7 എന്ന് പറയുന്നത്. അടുത്ത നോക്കാം, ഒരു 3 എണ്ണുള്ളത് ചെയ്യാം. 7/15 ഇൻറ്റു 75/77 ഇൻറ്റു 11/55. അപ്പോ ഞാൻ 11നെ 77 7 പ്രാവശ്യം ചെയ്തു. ഈ ഏഴിനെയും വെട്ടി. 15 75 5 പ്രാവശ്യം പോകും. 15 × 5 75. 5 55 11 പ്രാവശ്യം പോകും. ഉത്തരം 1/11 കിട്ടി. കണ്ടോ? എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നമ്മൾ ഇങ്ങനെ വെട്ടി ചെറുതാക്കുന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത് നല്ലത്. കുറെ ഗുണിക്കാനിരുന്നാൽ നമ്മുടെ സമയം മുഴുവൻ വേസ്റ്റ് ആയി പോകും. ഇനി അടുത്തത് ഡിവിഷൻ ആണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു. 1/1/8 ഇങ്ങനെ തരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, ഹരിക്കാൻ പറഞ്ഞാൽ മറച്ചിട്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ 1 × 8/1. അപ്പൊ എത്ര ഉത്തരം? 8. അടുത്ത് നോക്കാം, 5/7 ഡിവൈഡഡ് ബൈ 2/3. അപ്പൊ മറിച്ചിട്ട് ഗുണിക്കുക. 5 ആദ്യത്തേന് അങ്ങനെ തന്നെ ഇടുക, ഇൻറ്റു ഇടുക. രണ്ടാമത്തെ ഭിന്നസംഖ്യ മറിച്ചിടുക. 3/2. ഇവിടെ നമുക്ക് ഒന്നും വെട്ടിച്ചെറുതാക്കാൻ പറ്റില്ല. അപ്പൊ 3 5 15, 7 2 14. ഇനി അടുത്ത് നോക്കിയേ, 1/2 ഹരണം 3/4 ഹരണം 5/8. ആദ്യത്തേതിന് അങ്ങനെ തന്നെ ഇട്ടു, 1/2. അടുത്തതിനെ മറിച്ചിടാം, 4/3. വീണ്ടും ഇൻറ്റുടാ, മറിച്ചിടാ, 8/5. നോക്കിയേ, ഈ 2 8ല് 4 പ്രാവശ്യം പോവും. 4 4 16/35 15. ഉത്തരം കിട്ടിയില്ലേ? ഇങ്ങനെയാണ്. അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എന്താണ് ഭിന്നസംഖ്യ എന്ന് പഠിച്ചു. ഭിന്നസംഖ്യ എങ്ങനെ കൂട്ടാം, അല്ലെ? അത് സാധാരണ ഭിന്നങ്ങൾ എങ്ങനെ കൂട്ടാം, വിഷമ ഭിന്നങ്ങൾ എങ്ങനെ കൂട്ടാം, അല്ലെ? അതുപോലെ തന്നെ അത് ഗുണിക്കാം, അതുപോലെ ഹരിക്കാം, ഇത്രയും കാര്യങ്ങളാണ്. കുറയ്ക്കാം, ഇതാ പഠിച്ചത്. ഇനി ഇനി നമുക്ക് മിശ്രഭിന്നം എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടി ഉണ്ട്. അപ്പൊ അത് നമ്മുടെ ഇന്നത്തെ ഈവനിങ് ക്ലാസ്സിൽ മിശ്രഭിന്നം എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ടീച്ചർ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട് പറയുമ്പോൾ. കാരണം എന്തുകൊണ്ടാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് കോൺസെൻട്രേറ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ടാണ്, ശബ്ദമില്ലാത്തത് കൊണ്ടും ചുമയുള്ളത് കൊണ്ടൊക്കെയാണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ.